യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് വോട്ടെടുപ്പിൽ വലതുപക്ഷ പാർട്ടിയുടെ വിജയത്തിനെതിരെ ഫ്രാൻസിലുടനീളം ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധം. CGT, UNEF തുടങ്ങിയ ഫ്രാൻസിലെ ട്രേഡ് യൂണിയനുകളാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. നിരവധി രാഷ്ട്രീയക്കാരും പ്രതിഷേധത്തിൽ പങ്കെടുത്തെന്നും വാർത്തകളുണ്ട്. മറൈൻ ലെ പെന്നിന്റെ RN പാർട്ടി തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി. 32% വോട്ട് നേടിയാണ് മറൈൻ വിജയിച്ചത്. അതേസമയം മാക്രോണിന്റെ നവോത്ഥാന പാർട്ടി 16.6% വോട്ട് മാത്രമാണ് നേടിയത്. തുടർന്ന് നാഷണൽ അസംബ്ലി പിരിച്ചുവിടുമെന്ന പ്രഖ്യാപനവുമായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ രംഗത്തെത്തുകയും ചെയ്തു. ആയിരക്കണക്കിന് പ്രകടനക്കാർ ഗ്രീസിന്റെ ആസ്ഥാനത്തേക്ക് നീങ്ങുകയും ഇടതുപക്ഷ പാർട്ടികൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ധാരണയിലെത്താൻ യോഗം ചേരുകയും ചെയ്തു. പാരീസിലെ പ്ലേ ഡി ലാ റിപ്പബ്ലിക്കിൽ രാത്രി 8 മണിയോടെ 3000 പേർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തതായി പാരീസ് പോലീസിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. പ്രതിഷേധിച്ച രോഷാകുലരായ പ്രവർത്തകർക്ക് നേരെ ഫ്രഞ്ച് പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചതായും വാർത്തകളുണ്ട്. നേരത്തെ ലൂവ്ർ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഡാവിഞ്ചിയുടെ ലോകപ്രസിദ്ധമായ മോണലിസ ചിത്രത്തിന് നേരെ സൂപ്പ് കോരിയൊഴിച്ച് 2 സ്ത്രീകൾ പ്രതിഷേധിച്ചത് ഏറെ ചർച്ചയായിരുന്നു. ചിത്രം സൂക്ഷിച്ച ചില്ലുകൂടിനു നേരെ സൂപ്പ് ഒഴിച്ച ശേഷം അതിനടുത്തേക്ക് കടക്കാൻ ശ്രമിച്ച 2 പേരെയും സുരക്ഷാ ജീവനക്കാർ തടഞ്ഞതും വാർത്തയായിരുന്നു. പരിസ്ഥിതിയുടെയും ഭക്ഷണ സ്രോതസ്സുകളുടെയും സംരക്ഷണം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഫുഡ് റെസ്പോൺസ് സംഘടനയുടെ പ്രവർത്തകരായിരുന്നു അവർ. മികച്ച വേതനം, ഇറക്കുമതി നിയന്ത്രണം, ഉൽപ്പന്നങ്ങൾക്ക് വില സ്ഥിരത തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫ്രാൻസിൽ കർഷകർ ദിവസങ്ങളോളം നടത്തിയ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു പ്രതിഷേധം.